അങ്ങനെ. അതിൽ ചെറിയ ഉള്ളിയും പച്ചമുളകും മാത്രമേ ഇട്ടിട്ടുള്ളൂ. ചെറിയ ഉള്ളിയും പച്ചമുളകും, 2 പച്ചമുളകും കുറച്ച് ചെറിയ ഉള്ളി മാത്രമേ ഇട്ടിട്ടുള്ളൂ. ശകല എണ്ണയിലേക്ക് കടുവും പൊട്ടിച്ചിട്ടുണ്ട്. ഇത് മെഴുക്ക് വരട്ടി പോലെ ആക്കി എടുക്കുന്നത്. ഇത് പെട്ടെന്ന് വെന്തോളും. ഇത് തോരനൊക്കെ എടുക്കും. ഇതെല്ലാം ഉണ്ടെങ്കിൽ എണ്ണ കാച്ചി പൂവിട്ട് എണ്ണ കാച്ചി വെച്ചാൽ അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. ബാക്കിക്കകത്ത് പുണ്ണൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഉണങ്ങാൻ പറ്റിയ സാധനമാണ് ഇത്. പിന്നെ കുടൽപ്പുണ്ണ്, അൾസർ, ഇങ്ങനെയൊക്കെ ഉള്ളതിനൊക്കെ പറ്റിയ മരുന്നാണത് ഈ അഗസ്ത്യപ്പൂ. ഇപ്പം ഇത് റെഡ് കളറുള്ളതാണ്, ഇതിൻ്റെ വൈറ്റാണ് കൂടുതലും നല്ലതെന്നാണ് പറയുന്നത്. മത്തിക്കറി ഇതിനകത്ത് എന്തൊക്കെയാണ് ചേരുവ? അത് ഉരുവപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ശർക്കര, പിന്നെ കുരുമുളക് പൊടി, ചെറിയ ഉള്ളി, ഇതെല്ലാം കൂടി ചേർത്ത് അരച്ചെടുക്കുന്നത്. ഇത് മുളക് കറിയായിട്ടും വയ്ക്കും മത്തീനെ. എനിക്ക് അങ്ങനെ ആക്കി അറിഞ്ഞൂടാ. അപ്പം ഞാൻ ഇങ്ങനെയാണ് തേങ്ങ അരച്ച് കറി വയ്ക്കുന്നത്. ഇത് 2 കഷ്ണമായിട്ട് ഇങ്ങനെ മുറിച്ചാണ് ഇട്ടിരിക്കണം. ഇത്തിരി വലുതായതുകൊണ്ട് തല ഇങ്ങനെ മുറിച്ചിട്ടിരിക്കുന്നത്. മത്തിക്കറിയും കൂട്ടി ഉച്ചത്തെ ഊണ്. പിന്നെ അഗസ്ത്യപ്പൂ തോരൻ, അതും കൂട്ടിയാണ് നമ്മൾ ഉച്ചത്തെ ഊണ് അല്ലേ? അത് ഉള്ളി ഒന്നും ഞാനതേ ഉള്ളൂ, മറ്റത് കണ്ട് കിടക്കാം. ഉള്ളി ഒന്ന് ചിലവിടെ. ഇന്നത്തെ വീഡിയോ അഗസ്ത്യപ്പൂ ഉണ്ടാക്കുന്നത്, തോരൻ ഉണ്ടാക്കുന്നത്, പിന്നെ എന്തായാലും മത്തിക്കറി, ഇതാണ് ഇന്നത്തെ വീഡിയോ. ഉച്ചക്കത്തേക്കുള്ള ആഹാരമാണ്. ഇത് ഉച്ചത്തേക്കുള്ള ആഹാരമാണ്. കൊടങ്കല്ലി മുളക് അല്ലേ? ഇത് സ്വർണ്ണം കഴിച്ചാൽ മതി, കട്ടയം കൂടെ ഒതുങ്ങി പോകും. അത്ര എരിവാണ് സാധനം. വേണ്ട, ഇതും കൂട്ടി ചോറിനൂടെ ഇത് കഴിക്കണം. അടിപൊളിയാണ്. പഴകഞ്ഞിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ സാധനമാണ്. അതേപോലെ നെച്ചിൻ്റെ കൂടെ കഴിക്കാൻ, കപ്പ അതിലൂടെ കഴിക്കാനൊക്കെ പറ്റിയ സാധനമാണ്. കാച്ചില്, ചേന അതിലൂടെ തന്നെ പറ്റിയ സാധനമാണ്. ഉപ്പ് ആവശ്യത്തിന് അത് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് കൊടുക്കുന്നുണ്ട്. അതിനത് ഇളക്കി കൊടുക്കുകയാണ്. കഴിച്ചു കൊണ്ടോ കുടിപ്പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ശരിയായിട്ടുണ്ട്. അതല്ല കഞ്ഞി ഇറക്കി വയ്ക്കാം. അഗസ്ത്യപ്പൂ കറിയും അഗസ്ത്യപ്പൂ തോരനും മത്തിക്കറി.
ആസ്തിപ്പൂക്കറിയും മത്തിയും അങ്ങോട്ട് ഒരു പൊടി പിടിക്കാം. കൊള്ളാം. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ 4 മണി കട്ടനാണ്. കട്ടനും വാഴയ്ക്ക ചിപ്സ് മുറുക്ക്, ഇതാണ് 4 മണി പലഹാരം.